الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനും പരമപരിശുദ്ധനുമായ പടച്ച റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തഖ്വാ ബോധത്തോടു കൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മധ്യവേനൽ അവധിയുടെ തുടക്കത്തിലാണ് നാം ഉള്ളത്. നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ നമ്മോടൊപ്പമാണ്. കഴിഞ്ഞ ഒരുപാട് ദിനരാത്രങ്ങൾ, മാസങ്ങൾ അവരുടെ മണിക്കൂറുകൾ അവർ ചെലവഴിച്ചിരുന്നത് കലാലയങ്ങളിലും പഠന പ്രക്രിയകളിലുമായിട്ടായിരുന്നു. ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത വിധത്തിലുള്ള ഭാരത്താലായിരുന്നു അവിടെ സിലബസുകളും മറ്റ് കരിക്കുലത്തിൻ്റെ മറ്റു മാർഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം 1-2 മാസക്കാലം വിശ്രമം ലഭിക്കുവാനും മാനസികമായ ഉല്ലാസമെന്നത് ഓരോ വ്യക്തിക്കും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നതിനാൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അതുപോലെ തന്നെ മനഃശാസ്ത്രജ്ഞന്മാരുമെല്ലാം നിർദ്ദേശിക്കുന്നതിനും കരുതുന്നതിനും അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവധിക്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവധിക്കാലം എന്ന് പറയുന്നത് ആർത്തുല്ലസിക്കുവാനും ആടിത്തിമർക്കുവാനും വേണ്ടിയുള്ളതല്ല. മറിച്ച് നമ്മുടെ മക്കളെ പൂർണ്ണമായും നമ്മുടെ അടുക്കൽ ലഭിക്കുന്ന ഈ 2 മാസക്കാലം അവരെ ഇഹപര ജീവിതത്തിൽ നമുക്ക് നേട്ടവും വിജയവും ഉണ്ടാവുന്ന വിധത്തിലും അവർക്ക് പരലോകരക്ഷയാകുന്ന വിധത്തിലും സജ്ജീകരിക്കുവാനും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുവാനുമുള്ളതാണ്. മക്കളെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അളവറ്റ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരനുഗ്രഹമാണ്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ആൺകുട്ടികളെ നൽകുന്നു, മറ്റു ചിലർക്ക് പെൺകുട്ടികളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ, അല്ലെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിക്കൊണ്ട് നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ വന്ധ്യകളാക്കി മാറ്റുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അഥവാ മനുഷ്യരായ നമ്മുടെ ആഗ്രഹമോ പ്രതീക്ഷയോ മാത്രം മതിയാവുകയില്ല ഒരു കുഞ്ഞിക്കാല് കാണുവാൻ എന്നർത്ഥം. അള്ളാഹുവിൻ്റെ നിയോഗവും അവൻ്റെ സൗഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു ഭാഗ്യത്തിന് നാം അർഹരായി തീരുകയുള്ളൂ. ഗൈനക്കോളജിസ്റ്റുകളായ 2 ദമ്പതികളെ എനിക്ക് പരിചയമുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ ഒഴിവാക്കുന്ന പല അപൂർവ കേസുകളും അനായാസം കൈകാര്യം ചെയ്യുന്ന 2 പ്രഗത്ഭരായ ഡോക്ടർ ദമ്പതികളാണ് അവർ. പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാത്തതിൻ്റെ പ്രശ്നങ്ങളെല്ലാം അവർ പരിഹരിച്ചിരുന്നു. അവിടെയുണ്ടാകുന്ന പ്രോബ്ലംസുകളെല്ലാം അവർ കൈകാര്യം ചെയ്തിരുന്നു. എന്നാലും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അഥവാ അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു സൗഭാഗ്യമാണത് എന്ന് നാം മനസ്സിലാക്കണം. മക്കളില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന, കണ്ണീര് കുടിക്കുന്ന പല ആളുകളും ഉണ്ടായേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ ആയത്തുകളിലൂടെ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, സന്താനങ്ങൾ എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങളാണ് എന്ന് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നു. വഅലമു അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, സൂറത്തു അംഫാലിൽ അള്ളാഹു പറയുന്നു സന്താനങ്ങളും സമ്പത്തുക്കളും എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പരീക്ഷണമാണ് എന്ന്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആയത്തിൽ അള്ളാഹു പറയുന്നു വിശ്വാസികളെ ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഇണകളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ അതഇദാനിനി അൻ നുഖ്റജ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു അഹ്ഖാഫിലെ ഒരു വചനത്തിൽ കണ്ണീര് കുടിക്കേണ്ടി വന്ന മാതാപിതാക്കളുടെ രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നു. മുതിർന്നു വന്ന ആ കുട്ടികൾ പലപ്പോഴും തങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നപ്പോ അവരെ വിളിച്ച് ഉപദേശിക്കാൻ ശ്രമിച്ച മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി മക്കൾ പറയുകയാണ് ഉഫ്ഫിൽ ലകുമാ, നിങ്ങൾക്ക് 2 പേർക്കും നാശമുണ്ടാകട്ടെ. അതഇദാനിനി അൻ നുഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂന മിൻ ഖബ്ലി, ഉപ്പ ഉമ്മ നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ, ഭീഷണിപ്പെടുത്തുകയാണോ, മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വഖദ് ഖലത്തിൽ ഖുറൂന മിൻ ഖബ്ലി വഹുമാ യസ്തഗീസാനില്ലാ വൈലക ആമിൻ, എന്നാൽ എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി, അവരിൽ ആരെങ്കിലും ഇവിടേക്ക് പുനർജനിച്ചിട്ടുണ്ടോ എന്ന് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറയുന്ന ധിക്കാര സ്വഭാവം പ്രകടിപ്പിക്കുന്ന മക്കളെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഗൗരവത്തോടു കൂടി നാം കാണേണ്ടതാണ്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇഹപര സൗഭാഗ്യമാണ് നമ്മുടെ മക്കൾ എന്നാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത് മരണാനന്തരം നമുക്ക് അവശേഷിച്ചു നിൽക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ എന്നാണ്. അതുകൊണ്ട് നാം ആലോചിക്കേണ്ടത് എൻ്റെ യൗവന കാലഘട്ടവും അതുപോലെ തന്നെ അധ്വാന ശേഷിയുള്ള കാലഘട്ടവും എൻ്റെ മക്കളെ വളർത്തുവാൻ വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുള്ളതാണ്. ചോര നീരാക്കി ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. വെയിലിനെയും മഴയെയും വകവെക്കാതെ
അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അശക്തനാകുമ്പോ, എൻ്റെ തൊലികൾ ചുക്കിച്ചുളിയുമ്പോ, എൻ്റെ കാഴ്ചക്ക് മങ്ങലേൽക്കുമ്പോ, എനിക്ക് കേൾവിക്കുറവ് ഉണ്ടാകുമ്പോ, എൻ്റെ അവയവങ്ങൾക്ക് ക്ഷീണമാകുമ്പോ എന്നെ താങ്ങാൻ എൻ്റെ മക്കൾ ഉണ്ടാകുമോ? എൻ്റെ അരികിൽ എൻ്റെ മക്കൾ ഉണ്ടാകുമോ? എന്നെ തലോടുവാൻ, എൻ്റെ കാലൊന്ന് തടവിത്തരുവാൻ, എൻ്റെ മുടിയൊന്ന് ചീകിത്തരുവാൻ, എൻ്റെ കയ്യിലെയും കാലിലെയും നഖമൊന്ന് വെട്ടിത്തരുവാൻ, എന്നോടൊന്ന് സന്തോഷം പ്രകടിപ്പിക്കുവാൻ എൻ്റെ മക്കൾ എൻ്റെ ജീവിതത്തിൽ തന്നെ അവസാനമായി എനിക്ക് തുണയായി തീരുമോ എന്ന ചിന്തയാണ് ഓരോ മാതാപിതാക്കളുടെയും മനസ്സിലുണ്ടാകേണ്ടത്. മാത്രമല്ല, ആ തുണ നമുക്ക് ദുനിയാവിൽ വെച്ച് ഒരുപക്ഷെ ലഭിച്ചാൽ തന്നെയും മരണാനന്തരം ഞാനൊരു നിമിഷത്തിൽ മരണപ്പെട്ടു പോയാൽ എൻ്റെ ശേഷക്രിയ നടത്താൻ എൻ്റെ മക്കൾ പ്രാപ്തരാണോ? ആൺകുട്ടികളും പെൺകുട്ടികളും ആരായിരുന്നാലും എൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ കുളിപ്പിക്കാൻ എൻ്റെ മക്കൾക്ക് കഴിയുമോ? അതുപോലെ തന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ ആ നമസ്കാരത്തിന് നേതൃത്വം നൽകുമോ? ആ നമസ്കാരത്തിലെ ഓരോ തക്ബീറിലും ചൊല്ലുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട്, ഹൃദയം നൊന്തുകൊണ്ട്, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ മക്കൾ പ്രാർത്ഥിക്കുമോ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന എൻ്റെ മക്കൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം അവർക്കറിയാവുമോ? അതുപോലെ ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്ന സമയത്ത് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്ന് നമുക്ക് വേണ്ടി അർത്ഥമറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട്, പടച്ചവനെ, എന്നെ സ്നേഹിച്ച, എന്നെ താലോലിച്ച, എനിക്ക് വേണ്ടി അധ്വാനിച്ച, എനിക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ എൻ്റെ മാതാപിതാക്കളാണ് റബ്ബേ 6 അടി മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത്. അവർക്ക് നീ തുണയാകണമേ റബ്ബേ. നിന്റെ മാലാഖമാർ അവരോട് ചോദ്യം ഉന്നയിക്കുമ്പോ കൃത്യമായി മറുപടി പറയാൻ അവർക്ക് കഴിയണമേ നാഥ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാണോ നമ്മുടെ മക്കൾ എന്ന് ആലോചിക്കേണ്ടുന്ന സമയമാണ്. അവിടെ നിന്ന് തിരിച്ചു പോന്നാലും അവിടെ വെച്ചുകൊണ്ട് അവർ നമസ്കാരം നിർവഹിക്കുകയും ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത് തിരിച്ചു പോന്നാലും ഇടക്കിടക്ക് നമ്മുടെ ഖബറിന്റെ അടുക്കൽ വരികയും നമ്മുടെ മുൻകാല ജീവിതത്തെ കുറിച്ച് അവർ ഓർത്തെടുക്കുകയും എന്നിട്ട് പടച്ചവനെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബേ എന്നെ പോറ്റാൻ, എന്നെ വളർത്താൻ എത്രമാത്രമാണ് അവർ കഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നാഥ, ആരും തുണയില്ലാത്ത, ആരും തണലില്ലാത്ത, ആരും രക്ഷയില്ലാത്ത ആ ബർസഖിയായ ജീവിതത്തിൽ എൻ്റെ ഉമ്മാക്ക്, എൻ്റെ ഉപ്പാക്ക് നീ കാവലാകണമേ റബ്ബേ എന്ന് നമ്മുടെ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇടക്കിടക്ക് പ്രാർത്ഥിക്കാനുള്ള സന്മനസ് കാണിക്കുന്നവരാണോ നമ്മുടെ മക്കൾ എന്നതും നാം ആലോചിക്കേണ്ടതാണ്. അതൊക്കെ ആലോചിച്ചുകൊണ്ട് അതിനു വേണ്ടി അങ്ങനെയുള്ളവരായി മാറാൻ നാം എന്ത് ചെയ്യണം എന്നത് ആലോചിക്കുവാനും നടപ്പിൽ വരുത്തുവാനുമുള്ള സമയമാണ് നമുക്ക് അസുലഭമായി വന്നു കിട്ടിയിട്ടുള്ള ഈ നിമിഷം എന്ന് നാം മനസ്സിലാക്കുക. വിനോദയാത്രകളുടെ ഒരുപാട് ചാർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ടാകും. അതുപോലെ തന്നെ പല പല ട്രിപ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ നല്ലത് തന്നെയാണ്, ആവശ്യമുള്ളത് തന്നെയാണ്. എന്നാലും അതിനേക്കാളെല്ലാം മുൻഗണനയിൽ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടുന്നത് ഇവർ നമുക്ക് ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്നവരാകണം എന്നതാണ്. വിശുദ്ധ ഖുർആൻ 2 കുട്ടികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ കൻആനിനെയാണ്. വെള്ളപ്പൊക്കമുണ്ടായപ്പോ ആ വെള്ളത്തിൽ മുങ്ങിത്താന്ന് തന്റെ പിതാവിനോടൊപ്പം കപ്പലിൽ കയറാതെ മുങ്ങിച്ചാവാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആ മകനോട് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ബുനയ്യർകബ് മഅനാ, മോനെ ഇന്ന് ഈ കപ്പലിലേക്ക് കയറിക്കോ, വേറെ ഒരു നിലക്കും ഇന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടും ആ സമയത്ത് പോലും പിതാവിന്റെ മുഖത്ത് നോക്കി ആ മകൻ പറഞ്ഞത് സആവി ഇലാ ജബലിൻ യഅ്സുമിനി മിനൽ മാ,
ഈ വെള്ളത്തിൽ നിന്ന് എന്നെ സുരക്ഷിതനാക്കുന്ന, എവിടെയെങ്കിലും പോയി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം, എന്നാലും ഉപ്പ നിങ്ങളോടൊപ്പം ഞാനില്ല എന്ന് പറഞ്ഞ് ആ വെള്ളത്തിൽ മുങ്ങിച്ചത്ത ഒരു മകനെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ മറ്റൊരു മകനെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. താൻ കണ്ടിട്ടുള്ള സ്വപ്നം മകന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുന്ന ആ രംഗം ഖുർആൻ പറയുന്നുണ്ട്. ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മകനെ, നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കാണുന്നു, എന്താണ് നിന്റെ അഭിപ്രായം? ആ സമയത്ത് മകൻ പറയുന്ന മറുപടി, യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പൊന്നു പിതാവേ, നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് കൽപ്പിച്ചത് എന്താണോ അത് നിങ്ങൾ നടപ്പിലാക്കുക, എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ്. ഈ രണ്ടു മക്കളെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ഇതിലേതൊരു മകനെയാണ്, മകളെയാണ് എനിക്ക് വേണ്ടത് എന്നത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ പറഞ്ഞ മറുപടി പോലെയുള്ള മറുപടി ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവരെ കാണുകയോ ശ്രദ്ധിക്കുകയോ ചെയ്താൽ പോരാ. ഇസ്ലാം അതിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുകയും മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങോടുകൂടി, ആസൂത്രണത്തോടുകൂടി അവരെ വളർത്തുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതെപ്പോഴാണ്? അത് അവർ ജനിച്ചതിന് ശേഷമല്ല, അവർ വളർന്നതിന് ശേഷമല്ല, അവരുടെ ജനനത്തിന് മുമ്പേ ഈ ശ്രദ്ധയുണ്ടാകണം. ദമ്പതികളായി കഴിഞ്ഞതിന് ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും ഈ ഒരു ചിന്തയാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് ആ സമയത്ത് പോലും അവൻ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വജന്നിബി ശൈത്താൻ മാ റസഖ്തനാ എന്നാണ്. ആ പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാലിഹായ മക്കൾ ജനിക്കുവാൻ വേണ്ടിയിട്ടാണ്. പടച്ചവനെ, പൈശാചികമായ ബോധമേൽക്കാത്ത വിധത്തിലുള്ള സുരക്ഷിതനായ ഒരു മകനെ, മകളെ, മക്കളെ എനിക്ക് നൽകണമേ എന്ന പ്രാർത്ഥന മക്കൾ ജനിക്കുന്നതിന് മുമ്പേ മക്കൾ നല്ലവരായി തീരാൻ ഉണ്ടായി തീരണം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, പടച്ചവനെ എൻ്റെ മക്കളെ നന്നാക്കണമേ, അവർക്ക് നന്മയുണ്ടാകണമേ, അവരെ സ്വാലിഹീങ്ങളാക്കണമേ, അവരെ നമസ്കരിക്കുന്നവരാക്കണമേ, അവരുടെ വിശ്വാസികളുടെ മുൻനിരയിൽ നിൽക്കുന്നവരാക്കണമേ എന്നാവണമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന സൂറത്തു ആലി ഇംറാനിൽ കാണാം. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന, പടച്ചോനെ എനിക്കൊരു മകനെ തരണം എന്നല്ല, ഒരു മകളെ തരണം എന്നല്ല, മകളെ തരണമേ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ, ഒരു മക്കൾ ഉണ്ടാവണമേ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ദുർരിയതൻ ത്വയ്യിബതൻ, ത്വയ്യിബത്തായ നല്ല വിശിഷ്ട സ്വഭാവമുള്ള ഒരു മക്കളെ തരണമേ എന്നാണ് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പടച്ചോനെ, ഒരു മക്കളെ കിട്ടിയാൽ പോരാ, സ്വാലിഹായ മക്കളെ കിട്ടണം. നിങ്ങൾ അപ്പൊ നമുക്ക് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിലുള്ളപ്പോൾ പോലും അവിടെ സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാകണം എന്ന ചിന്തയാണ് ഉണ്ടാവേണ്ടത്. അവരെ നമുക്ക് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി, അഥവാ ഇസ്ലാമിന്റെ ബോധത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിമായി ജീവിക്കുവാൻ മാത്രമല്ല, മുസ്ലിമായി മരിക്കാനും അവരെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നത് എല്ലാവരെയും ബാധിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. മുസ്ലിമായി കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്നുള്ളത്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വസിയ്യത്ത് നാം പലപ്പോഴും കേട്ടതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിലെല്ലാ കാര്യങ്ങളുമുണ്ട്. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം പറയുന്നത് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, ശിർക്ക് ചെയ്യരുത് മകനെ, അഥവാ ആദർശത്തോടു കൂടി മകനെ നീ വളരണം എന്നതാണ്.
ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാമതായി യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ്. പൊന്നുമകനെ, നീ വല്ലതും ചെയ്താൽ പടച്ചോൻ അറിയും, പടച്ചോൻ അത് കൊണ്ടുവരും എന്ന ഒരു പരലോക ചിന്തയുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. പൊന്നുമകനെ, നമസ്കാരം നിലനിർത്തണം കേട്ടോ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹ എന്ന് ജീവിതത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് നല്ല വശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ആ ഭാഗം രക്ഷിതാക്കളായ മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മുടെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്നവരാക്കി മാറ്റാൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. നാം ഈ പറഞ്ഞ രൂപത്തിലൊക്കെ നമ്മുടെ മക്കൾ വളർന്നു വരണമെങ്കിൽ, അങ്ങനെയുള്ള മക്കളെ കാണുവാനുള്ള ഭാഗ്യം നമ്മുടെ കണ്ണുകൾക്ക് ലഭിക്കണമെങ്കിൽ നാം ആദ്യം റോൾ മോഡലുകളാകണം. രക്ഷിതാക്കളായ മാതാപിതാക്കളായ ആളുകൾ അവർക്ക് മോഡലുകളായി മാറേണ്ടതുണ്ട്. കാരണം പലതും അവർ നമ്മിൽ നിന്ന് അനുകരിക്കുന്നവരാണ്. പിതാവ് ഒരു ഡ്രൈവറാണ് എങ്കിൽ നമുക്കറിയാം, സ്വാഭാവികമായും അവരുടെ കുട്ടികൾ അവർ ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കളി അവർ കളിക്കാറുണ്ട്. പിതാവ് ഒരു ഡോക്ടറാണ് എങ്കിൽ ഒരു പക്ഷേ സ്റ്റെതസ്കോപ്പ് കയ്യിലെടുത്ത് ചെവിയിൽ വെച്ച് മറ്റടുത്തുള്ള ആളുകളുടെ നെഞ്ചത്തോ ശരീരത്തിലോ വെച്ചുകൊണ്ട് അവർ പരിശീലിക്കാറുണ്ട്. അതൊക്കെ കുട്ടികളുടെ അനുകരണ സ്വഭാവത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കളെ അവർ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. ശിശു സൗഹൃദ ബന്ധം, ചൈൽഡ് സൈക്കോളജി, ആ ഒരു രൂപത്തിലുള്ള വളർച്ച ബന്ധം മക്കളുമായി നമുക്കുണ്ടാവണം എന്നത് നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമും പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. അവരോടൊപ്പം, കുട്ടികളോടൊപ്പം കളിക്കുന്നതിലും തമാശ പറയുന്നതിലും യാത്ര പോകുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലും അതുപോലെയുള്ള എല്ലാ മേഖലകളിലും ആ മക്കളോടൊപ്പം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായാൽ തീർച്ചയായും ആ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് കുതറിപ്പോകാതെ നമുക്ക് ഉപകരിക്കുന്നവരായി തീരും എന്ന് ചരിത്രത്തിൽ നിന്ന്, ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും ഭൗതിക ചരിത്ര രംഗങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു ചിത്രകാരന്റെ കഥ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നത്, എൻ്റെ അമ്മ എന്നെ ഒരു ചിത്രകാരനാക്കി എന്നാണ്. ബെഞ്ചമിൻ വെസ്റ്റ് ലോകപ്രശസ്ത ചിത്രകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നത്, എൻ്റെ അമ്മ എന്നെ ഒരു ചിത്രകാരനാക്കി. എന്താണ് സംഭവം? അവരൊരു പാവപ്പെട്ട കുടുംബമാണ്. അമ്മ കടയിൽ പോകുന്ന സമയത്ത് ഈ കുട്ടിയെ, ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറയുന്ന കുട്ടിയെ, അവന്റെ സഹോദരനെയും വീട്ടിലാക്കി കടയിൽ പോയി. തിരിച്ചു വന്നപ്പോൾ വളരെ വൃത്തിയുള്ള ഭംഗിയുള്ള ചുമര് മുഴുവനും കരിക്കട്ടയെടുത്ത് പല ചിത്രങ്ങളും കൊത്തിവരകളും വെച്ച് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് തിരിച്ചു വന്ന അമ്മക്ക് വല്ലാത്ത രോഷമുണ്ടായി, ദുഃഖമുണ്ടായി. അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ആ അമ്മ പറഞ്ഞു, ഇത് സാലിയുടെ ചിത്രമാണല്ലോ, സാലി എന്ന സഹോദരൻ, ആ സഹോദരന്റെ ചിത്രമാണല്ലോ എന്ന അർത്ഥത്തിൽ, മോനെ ഇത് സാലിയുടെ ചിത്രമാണല്ലോ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ആ കുട്ടിക്ക് വല്ലാത്ത പ്രചോദനമായി.
അവിടെ നിന്ന് കുട്ടി കാണുന്നിടത്തൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. അവസാനം അവൻ ലോക പ്രശസ്ത ചിത്രകാരനായി എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ അതുപോലെ തന്നെ ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ അവനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അവൻ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം അയാൾ വലിച്ചു കീറിക്കളയും. അയാൾ ഒരു ജൂതനും കൂടിയായിരുന്നു. അതുകൊണ്ട് ആ കുട്ടി വളർന്നു വന്നപ്പോ ആ ദേഷ്യം, അച്ഛനോടുള്ള ദേഷ്യം, താൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ വലിച്ചു കീറിക്കളയുന്ന അച്ഛനോടുള്ള ദേഷ്യം ജൂത സമൂഹത്തോട് മുഴുവനുമായി തീർന്നു. ആ ആളായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. അഡോൾഫ് ഹിറ്റ്ലറുടെ ജൂതരോടുള്ള, ലക്ഷക്കണക്കിന് ജൂതരെ കൊന്നൊടുക്കാനുള്ള കാരണങ്ങളിൽ ഒരു കാര്യം ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറയുന്നത് അതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വാധീനങ്ങൾ കുട്ടികളിൽ വല്ലാതെ അത് സ്വാധീനിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ബൾബ് കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞൻ, ആ ശാസ്ത്രജ്ഞൻ അദ്ദേഹം ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ വൈകുന്നേരം കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയം കയ്യിലൊരു കത്തുണ്ട്. ആ കത്ത് അമ്മയുടെ അടുക്കൽ കൊടുത്തു. അമ്മ ആ കത്ത് വായിച്ചു. ഒരുപാട് വികാരങ്ങൾ ആ മുഖത്ത് മാറി മാറി വന്നു. അങ്ങനെ അവസാനം കണ്ണുനീർ തുടച്ചുകൊണ്ട് ആ കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ചു. കുട്ടി ചോദിച്ചു, എന്താണ് അമ്മ ആ കത്തിലുള്ളത്? അപ്പോ കുട്ടിയോട് അമ്മ പറഞ്ഞു, മകനെ, നീ പഠിക്കുന്ന ആ സ്ഥാപനത്തിൽ നിന്നെ പഠിപ്പിക്കാൻ മാത്രം കഴിവും അറിവുമുള്ള അധ്യാപകർ അവിടെ ഇല്ല. അതുകൊണ്ട് ഇനി മുതൽ നീ വീട്ടിലിരുന്ന് പഠിപ്പിക്കണം എന്നാണ് ആ കത്തിലുള്ളത് എന്ന്. അങ്ങനെ അമ്മ അവിടെ വീട്ടിലിരുന്നു കൊണ്ട്, നാൻസി എഡിസൺ എന്ന് പറയുന്ന അമ്മ വീട്ടിലിരുന്നു കൊണ്ട് തോമസ് ആൽവ എഡിസനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ വലിയ ശാസ്ത്രജ്ഞനായി, ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ അവസാനം അമ്മ മരണപ്പെട്ടു പോയതിന് ശേഷം അദ്ദേഹത്തിന്റെ പഴയ പുസ്തകങ്ങളും അതുപോലെ കത്തുകളുമൊക്കെ പരതുന്നതിനിടക്ക് ഒരു കത്ത് കയ്യിൽ കിട്ടി. അന്ന് സ്കൂളിൽ നിന്ന് അയച്ച കത്താണ്. അതിലുണ്ടായിരുന്നത്, നിങ്ങളുടെ മകൻ മരമണ്ടനാണ്, അവൻ ഇവിടെ ഇരുന്നാൽ മറ്റു കുട്ടികൾ പോലും ദുഷിച്ചു പോവുകയേയുള്ളൂ, അതുകൊണ്ട് അവനെ ഇനി സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടതില്ല, വീട്ടിൽ തന്നെ ഇരുത്തിക്കൊള്ളൂ എന്നാണ്. മരമണ്ടനാണ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചയച്ചിട്ടുള്ള ആ കുട്ടിയെ ഏറ്റവും വലിയ ഒരു ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത് ആ അമ്മയായിരുന്നു. അതുപോലെ ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പലതും നമുക്ക് കാണാവുന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിലും ഖാദിസിയ യുദ്ധത്തിലേക്ക് ഹൻസാ ബീബിയുടെ 4 മക്കൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നു. ഹൻസാ ബീബി റളിയല്ലാഹു തആല അൻഹ, ഭർത്താവില്ല, 4 മക്കൾ, അവർ മാത്രമാണ് തണലായിട്ടുള്ളത്, തുണയായിട്ടുള്ളത്. ഈ 4 മക്കളെയുമായിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. റുസ്തമുമായി നടന്നിട്ടുള്ള അതിഘോരമായ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ പരാജയപ്പെടും എന്ന് തോന്നിയപ്പോ ആ മക്കളെ തിരിച്ചു വിളിച്ചു. ഉമ്മ, എങ്ങനെയെങ്കിലും അവർ മരിച്ചാൽ എനിക്ക് ആരും ഉണ്ടാവുകയില്ല എന്ന ദുഃഖത്താലല്ല, മറിച്ച് ആ മക്കളോട് പറയുകയാണ്, മക്കളെ, ഞാൻ നിങ്ങളുടെ ഉപ്പയെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, നിങ്ങളുടെ കുടുംബത്തിന് ഞാൻ പേരുദോഷം വരുത്തിയിട്ടില്ല എന്നൊക്കെ ഒരുപാട് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾ രണാങ്കണത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഒരു പക്ഷേ പരാജയം സംഭവിക്കുകയാണ് എങ്കിൽ ശത്രുക്കളുടെ മുൻനിരയെ ഭേദിച്ചുകൊണ്ട് നിങ്ങൾ ആ സർവ്വസൈന്യാധിപന്റെ അടുക്കലെത്തി അയാളുമായി നിങ്ങൾ ഏറ്റുമുട്ടണം. ഉമ്മയിൽ നിന്നു തന്നെ രണാങ്കണത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള ആവേശം ജനിപ്പിക്കുന്ന ഈ വാക്കുകൾ കേട്ട ഈ കുട്ടികൾ ഈറ്റപ്പുലികളെപ്പോലെ ചീറിപ്പാഞ്ഞുകൊണ്ട്, സിംഹങ്ങളെപ്പോലെ ഗർജിച്ചുകൊണ്ട്, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചുകൊണ്ട് ആ രണാങ്കണത്തിലേക്ക് തന്നെ തിരിക്കുകയാണ്. അവസാനം ആ കുട്ടികൾ പറഞ്ഞതുപോലെ 4 പേരും ഷഹീദാകുന്നു. ആകെ ദുനിയാവുള്ള സമ്പത്ത് 4 ആളും ഷഹീദായി. പക്ഷേ ഇത് കണ്ടിട്ട് ഹൻസാ ബീബി കരഞ്ഞില്ല, കണ്ണീരൊലിപ്പിച്ചില്ല. പണ്ട് ഹൻസാ ബീബി കരഞ്ഞിരുന്നു, വിശാലമായ ചരിത്രമാണ്, ഞാനത് പറയുന്നില്ല. ആ ഹൻസാ ബീബി പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം എന്ന. 4 മക്കൾ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ഹൻസാ ബീബി പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം, ഇവരുടെ വധത്തിലൂടെ എന്നെ പരിശുദ്ധയാക്കിയ പടച്ച റബ്ബിന് സർവസ്തുതിയും. റബ്ബിനെ സ്തുതിക്കുകയാണ്, കാരണം അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ശുഹദാക്കളാണ് എന്ന്. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മു സുലൈം
റളിയല്ലാഹു തആല അൻഹ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് മാതൃകയായി ഉദാഹരിച്ചിട്ടുള്ളതാണ്. ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുപോയി പ്രവാചകനെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വല്ല കാര്യവുമുണ്ട് എങ്കിൽ അവനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ആദർശത്തിൽ ഊട്ടപ്പെട്ട ഒരു ജീവിതം തന്റെ മക്കൾക്കും വേണ്ടി നയിക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചെറുപ്പത്തിൽ തന്നെ വിധവയായി പോയി, ഭർത്താവ് മരണപ്പെട്ടു പോയി. പിന്നീട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിം അല്ല, വിവാഹം അന്വേഷിച്ചു കൊണ്ടുവരികയാണ്. വിവാഹം അന്വേഷിച്ചു കൊണ്ടുവന്നപ്പോ അബൂ തൽഹ സമ്പന്നനാണ്, ധനാഢ്യനാണ്, സുമുഖനാണ്, തറവാടിയാണ്, എല്ലാമാണ്. പക്ഷേ ആ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നമ്മൾ തമ്മിൽ യോജിക്കൂല. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, അൻത റജുലുൻ മുശ്രികുൻ വ അന ഇംറഅത്തുൻ മുസ്ലിമത്തുൻ, ഞാനൊരു മുസ്ലിമത്തായ പെണ്ണാ, നീ മുശ്രിക്കത്തായ പെണ്ണാണ് എന്നാണ്. അങ്ങനെ തിരിച്ചുപോയി. പിന്നീട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിശ്വാസം സ്വീകരിച്ച് തിരിച്ചു വന്നപ്പോ എനിക്ക് മഹറായിട്ട് അതുമാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കുകയും പിന്നീട് അതിൽ ഒരുപാട് സന്താനങ്ങൾ ജനിക്കുകയും ഒക്കെ ചെയ്ത് അവരെ ഇസ്ലാമിക ചിട്ടയിലൂടെ വളർത്തിയെടുക്കുന്ന ഒരു വലിയ ചരിത്രമാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടേത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമയം നമുക്ക് വെറുതെ കളയുവാനുള്ളതല്ല. ഈ 2 മാസം എന്ന് പറയുന്നത് വെറുതെ കളയുവാൻ വേണ്ടിയിട്ടുള്ളതല്ല. നാം ട്രിപ്പുകൾ പോവുകയാണെങ്കിൽ പോലും അവിടെ നമ്മൾ റോൾ മോഡലുകളാവേണ്ടവരാണ്. കാരണം ട്രിപ്പുകൾ പോകുമ്പോഴും നമസ്കരിക്കണം. ആ നമസ്കാരത്തിൽ ആനുകൂല്യമുണ്ട്. ഖസറും ജമ്മുമാക്കാം. അത് നമ്മിൽ നിന്ന് നമ്മോടൊപ്പം നമ്മുടെ മക്കൾ ശീലിക്കുകയാണ്. യാത്രകൾ പോവുകയാണെങ്കിലും അവിടെ വേഷവിധാനത്തിൽ മര്യാദ വേണം, ഇസ്ലാമികമായ സംസ്കാരം വേണം. പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും നമ്മൾ എത്തുന്ന സമയത്ത് ആഭാസകരങ്ങളായ വസ്ത്രങ്ങളും അവരുടെ ജീവിത രീതികളും നമ്മൾ കാണാറുണ്ട്. എന്നാൽ നമ്മോടൊപ്പം വരുന്ന നമ്മുടെ മക്കൾ ഇസ്ലാമികമായ സംസ്കാരത്തോടുകൂടി വിനോദയാത്രകളിലായിരുന്നാലും ട്രിപ്പുകളിലായിരുന്നാലും ഭക്ഷണശീലങ്ങളിലായിരുന്നാലും നമ്മോടൊപ്പം ഉണ്ടാകണം. നാട്ടിലാകുമ്പോ നമ്മൾ ആദ്യം പള്ളികളിലേക്ക് വരണം, ജമാഅത്തുകൾ നമസ്കരിക്കുവാൻ വേണ്ടി. നമ്മോടൊപ്പം നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ പുറകിലായി നമ്മുടെ മക്കൾ, മാതാക്കൾ അവർക്ക് പ്രചോദനമായി കൊണ്ട് അവിടെ പിന്നിലുണ്ടാകണം. അവരോട് ചോദ്യങ്ങളും അതുപോലെ തന്നെ സഹകരണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ആയിക്കൊണ്ട് അവരോടൊപ്പം ഉണ്ടാകണം. എങ്കിൽ സൗഭാഗ്യകരമായ, നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ, പടച്ചോനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഖുർറത അയ്യുൻ, കൺകുളിർമ ലഭിക്കണമേ. കാണുമ്പോൾ ഇമ്പമുണ്ടാകുന്ന, കേൾക്കുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒരു അവസ്ഥ ഞങ്ങളുടെ മക്കളിൽ നിന്നുണ്ടാവണമേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, ഈ നാം പറഞ്ഞ ഈ ആലോചനകളൊക്കെ നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് നാം ആലോചിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചെടുക്കാൻ കഴിയും എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളിലൂടെ കൺകുളിർമ ലഭിക്കുന്ന സ്വർഗീയമായ ഒരു അവസ്ഥ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാക്കി തീർക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ആ മക്കളിലൂടെ എല്ലാ നന്മകളും ലഭിക്കുന്ന മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവർക്ക് റോൾ മോഡലുകളായി ജീവിക്കുവാനുള്ള ഒരു ഈമാനികമായ അവസ്ഥ ഞങ്ങളിൽ നീ നിലനിർത്തി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب